കാസർഗോഡ് ജില്ലയുടെ സാംസ്കാരിക തലസ്ഥാനമാണ് നീലേശ്വരം. കായലും കടലും മലയും വയലും കൊണ്ട് സമ്പന്നമായ പൈതൃക നഗരം. എന്നാൽ ഈ നഗരം അടിസ്ഥാന വികസനത്തിനായി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. കാലത്തിനൊത്ത വികസനം നീലേശ്വരത്ത് നടപ്പിലാക്കാൻ മാറി മാറി വന്ന ഭരണകൂടത്തിന് ഇതുവരെയായും സാധിച്ചിട്ടില്ല എന്നതാണ് ഖേദകരം. കാസർഗോഡ് ജില്ലയുടെ സാംസ്കാരിക നഗരമാണ് നീലേശ്വരം. നിരവധി ചരിത്ര സ്മാരകങ്ങളുള്ള ജില്ലയിലെ പ്രധാന നഗരം. എന്നാൽ ഈ നഗരം ഇന്ന് അടിസ്ഥാന വികസനത്തിൻ്റെ അഭാവത്തിൽ പൊറുതിമുട്ടുകയാണ്. ഈ രാജാ റോഡിൻ്റെ ഫുട്പാത്തിൻ്റെ കാര്യത്തിനെ പറ്റിയാണ് ഇവിടെ സംസാരിക്കുന്നത്. ഇത് കുറേ വർഷങ്ങളായിട്ട് ഇതെല്ലാം പൊളിഞ്ഞു കിടക്കുകയാണ്. ഇതേ കൂടി സാധാരണ വൃദ്ധരായ പ്രായം ചെന്ന ആൾക്കാരൊക്കെയാണ് അധികം നടന്നു പോകുന്നത്. മറ്റ് വ്യക്തികളൊക്കെ വണ്ടി മുഖാന്തരം മറ്റും പോകാനുള്ള സൗകര്യമുണ്ട്. അവർ കൂടുതൽ ഇത് കാണപ്പെടുന്നില്ല. സാധാരണപ്പെട്ട ആൾക്കാരിലെ പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഈ ഞങ്ങളിവിടെ കച്ചവടക്കാരും മറ്റും ആൾക്കാർ കാണുന്നുണ്ട്. അതിനൊരു പരിഹാരം കാണണം എന്നുള്ളത് അന്നേ ഉള്ളൊരു അഭിപ്രായമാണ്. അത് എത്രയും വേഗം ഇത് നന്നായി തന്നാൽ വലിയൊരു ഉപകാരമായിരിക്കും. സാധാരണപ്പെട്ട ആൾ വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് ഇതിലെ കൂടി പോകുന്നതും. അധികം ഈ കാലിന് സ്വാധീനക്കുറവില്ല ആളും മറ്റും ഏകദേശം ഇതിൽ പോകുന്നത് ഞാൻ നേരിട്ട് കാണുന്നുണ്ട്. അത് അന്നേരം ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന് വിചാരിച്ചാണ്. ഇപ്പം അതുകൊണ്ട് തന്നെ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. എത്രയും വേഗം ഇതിന് ശാശ്വതമായൊരു പരിഹാരം കാണാൻ ഞങ്ങൾ ഒന്നും കൂടി അഭ്യർത്ഥിക്കുന്നു. ഇവിടുത്തെ നീലേശ്വരൻ്റെ അവസ്ഥ പറഞ്ഞാൽ ഇപ്പോൾ നീലേശ്വരം മാർക്കറ്റിൽ പോകാനും വരാനും നടന്നു പോകാൻ പറ്റാത്ത സ്ഥിതിയാണ് ഇന്ന് ഉള്ളത്. അതെന്താ പ്രശ്നം പറഞ്ഞാൽ വാഹനം പെരുകുമ്പോൾ റോഡ് വികസിക്കുന്നില്ല. റോഡ് പറഞ്ഞാൽ എല്ലാ കച്ചവടക്കാരും റോഡിലേക്ക് കച്ചവടം അപ്പുറം രണ്ട് സൈഡ് കെട്ടി. ഫുട്പാത്ത് പറഞ്ഞാൽ വളരെ അപകടത്തിലുള്ള ഫുട്പാത്ത്. ഏത് സമയത്ത് ഫുട്പാത്തിൽ കൂടുമ്പോൾ കൈയും കാലും ഇറങ്ങിയിട്ട് കാല് അരയോളം മനുഷ്യന് മുമ്പിലോളം താണു പോകും. ഇവിടെ വണ്ടി സ്റ്റേ ചെയ്യാൻ സൗകര്യമില്ല. ഒരു 2 വീലറായാലും ഇപ്പോൾ 3 വീലായാലും 4 വീലും സ്റ്റേ ചെയ്യണം. അപ്പാട് പോലീസ് വിസിലടിച്ചു, 500-5000 ഫൈൻ അടിച്ചു. പതിറ്റാണ്ടുകൾ പഴക്കം ചെന്ന രാജാ റോഡിലെ കെട്ടിടങ്ങളും സ്ഥലപരിമിതി മൂലം വീർപ്പുമുട്ടുന്ന ബസ് സ്റ്റാൻഡും അപകട ഭീഷണി ഉയർത്തുന്ന ഓവുചാലുകളും കുഴിനിറഞ്ഞ് കാൽനട യാത്ര പോലും സാധ്യമല്ലാതായി തീർന്ന റോഡുകളും ഉൾപ്പെടെ നിരവധി പ്രശ്നങ്ങളാണ് നീലേശ്വരത്തുകാർ കാലങ്ങളായി നേരിടുന്നത്. ഇതിന് ശാശ്വത പരിഹാരം കാണാനായി വ്യാപാരികൾ മുന്നിട്ടിറങ്ങിയിരുന്നുവെങ്കിലും യാതൊരു നടപടിയുമില്ലാതായതോടെ ഇവരും കടുത്ത പ്രതിഷേധത്തിലും നിരാശയിലുമാണ്. നീലേശ്വരം കനറ ബാങ്കിൻ്റെ മൂലം മുതൽ ഡോക്ടർ രാജയുടെ അടുത്ത് വരെ ഭയങ്കര ദുരിതം നടക്കാൻ വേണ്ടിയിട്ട് ഒരു 5 കൊല്ലം ഒന്നപ്പെട്ട ഡ്രൈനേജിൻ്റെ ഇതെല്ലാം എടുത്തിട്ട് മാറ്റി. ഇനി അത് രണ്ടാമത് വെച്ചതൊന്നും ശരിയായിട്ടാണ്. പിന്നെ ഇപ്പോൾ പറഞ്ഞാൽ ഈ തളിയിലമ്പലത്തിലേക്കെല്ലാം പോകുന്ന വഴിക്ക് ഭയങ്കര പ്രശ്നങ്ങളാണ്. ഏത് സമയത്ത് കുയിൽ വീണെന്ന് പറയാനാവില്ല. അതേപോലെ തന്നെ ഇവിടെ ഈ ഇലക്ട്രിക് തൂണിൻ്റെ ഒരു 1-2 പ്രശ്നമുണ്ട്. എന്നിട്ട് ഇവിടുന്ന് ആ തമ്പുരാൻ്റെ അടുത്ത് വരെ ഭയങ്കര ദുരിതത്തിലാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് തളിയിലമ്പലത്തിൽ പോകുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ രാവിലെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ട്. പിന്നെ ട്രാഫിക്കിൻ്റെ കാര്യം പറയുകയുണ്ട. ഞാൻ ഒന്നാമത് ഈ അധികൃതർ എന്ന് പറഞ്ഞാൽ ഇതൊന്നും അവർ കാറിൽ പോകുന്നതുകൊണ്ട് അവർക്ക് നമ്മളെ ഇങ്ങനത്തെ സാധാരണക്കാരൻ്റെ ബുദ്ധിമുട്ടൊന്നും മനസ്സിലാവുന്നില്ല. ഇപ്പോൾ പറഞ്ഞാൽ അവർ ഇതിൽ നടന്നു പോകുമ്പോഴേ അതിൻ്റേതായ ബുദ്ധിമുട്ട് വരും. ഇപ്പോൾ പറഞ്ഞാൽ കുറേ കൊല്ലം ഒരേ പാർട്ടി ഭരിച്ചു, അതേപോലെ മുനിസിപ്പാലിറ്റി ഭരിച്ചു, എന്നിട്ടും അവർ വേണ്ടുന്ന ഒരു കാര്യം ചെയ്യും. ഇപ്പോൾ രാജാ റോഡ് വികസനം ആക്കുന്നതെന്ന് പറഞ്ഞാൽ അത് ഇതുവരെ ഒരു കടലാസ് നീങ്ങിയിട്ടാണ്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമ്മളെല്ലാം കാലം കയ്യിൽ നിന്ന് പെട്ട ഇങ്ങനത്തെ ഒരു സംഭവം ഇവിടെ ഉണ്ടാകുമോന്നില്ല സംശയം നമുക്കുണ്ട്. പാർക്കിംഗ് സംവിധാനമൊന്നും നീലേശ്വരത്ത് ഇല്ലേ ഇല്ല. പാർക്കിംഗ് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കിഴക്കുന്ന് വരുന്ന ഒരു വണ്ടിയുടെ നിർത്താതെ നേരെ കാഞ്ഞങ്ങാട് പോയിട്ടാണ് സാധനം എടുക്കലായാലും കുപ്പായം തുന്നിക്കാനായാലും ഏത് കാര്യത്തിനും ഇവിടെ യാതൊരു ടച്ചില്ല. ഇപ്പോൾ അതാണ് ഇതിൻ്റെ കാര്യമായിട്ടുള്ള പ്രശ്നം. പാർക്കിംഗ് സൗകര്യം ഇവിടെ ഇല്ലേ ഇല്ല. ക്രിസ്ത്യ മാർക്കറ്റിൻ്റെ ഇപ്പോൾ സ്ഥിതി വളരെ മോശമാണ്. അതിന് പുതിയതെല്ലാം വരുന്നെല്ലാം മാർക്കറ്റ് പറയുന്നുണ്ട്. അതിൽ പിന്നെ വന്ന് അവരും ഒരുപാട് ദുരിതം അനുഭവിക്കുന്നുണ്ട്. അവർക്ക് എന്നല്ല ഇവിടെ പൊതുവേ എന്ന് പറഞ്ഞാൽ നീലേശ്വരത്ത് ഏത് തൊഴിലാളിക്കും ഇന്ന് ഈ ഓട്ടോറിക്ഷക്കാരായാലും ടൈലർമാരായാലും ഏത് തൊഴിലാളിക്കും മുമ്പോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ ഇതില്ല. ഇവിടെ ഒരു സംവിധാനം ശരിയില്ല നീലേശ്വരത്ത്. ഈ നീലേശ്വരത്ത് ടൗൺ ഹാൾ വരുന്നുണ്ട്. അതിൽ പറയുന്നല്ലാതെ ജനങ്ങൾ അവർക്ക് അതൊന്നും നടപ്പിലാക്കുന്ന കാര്യമൊന്നുമല്ല. ഇപ്പോൾ പെട്ടെന്നൊന്നും ആവുന്ന കാര്യമല്ല. അത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്.
2026 പിണറായി വിജയൻ സർക്കാർ അവതരിപ്പിച്ച വാർഷിക ബജറ്റിൽ നീലേശ്വരം നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങൾക്കായി 5,78,06,000 രൂപയാണ് അനുവദിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നീലേശ്വരം നഗരസഭയും വാർഷിക പദ്ധതി തയ്യാറാക്കിയത്. തുടർന്ന് ജില്ലാ ആസൂത്രണ സമിതിയുടെ അംഗീകാരവും നേടി വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമ്പോഴാണ് വി.ഡി. സതീശൻ സർക്കാർ പുതുക്കിയ ബജറ്റ് അവതരിപ്പിച്ചത്. എന്നാൽ ഈ ബജറ്റിൽ വലിയ രീതിയിൽ വികസന ഫണ്ട് കുറച്ചതോടെ നീലേശ്വരം നഗരസഭയ്ക്ക് വലിയ തിരിച്ചടിയായിരിക്കുകയാണ്. മുൻവർഷങ്ങളിലുണ്ടായ നഗരസഭാ വികസന സമിതി നഗരസഭയ്ക്കായി എന്ത് ചെയ്തു എന്നാണ് നാട്ടുകാർ ഒന്നടങ്കം ചോദിക്കുന്നത്. നീലേശ്വരത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കാസർഗോഡ് ജില്ലയിൽ തന്നെ ഏറ്റവും അതിപുരാതനമായ വാണിജ്യ നഗരമാണ് നീലേശ്വരം. അപ്പോൾ മറ്റുള്ള നഗരങ്ങളൊക്കെ വികസിക്കുന്നതിനനുസരിച്ചിട്ട് ഇന്ന് നീലേശ്വരം വികസനം ഏറെ അകലെയാണ്. നമുക്ക് 2017 തന്നെ രാജാ റോഡ് വികസനം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ അത് യാഥാർത്ഥ്യമാവാത്തതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഒട്ടനവധി വ്യാപാര സ്ഥാപനങ്ങൾ ഇപ്പോഴും പഴയ രീതിയിൽ തന്നെ തുടരുകയാണ്. അതായത് ആധുനികമായ രീതിയിലുള്ള യാതൊരുവിധ വ്യാപാര സ്ഥാപനങ്ങളും വരുന്നില്ല. ആളുകൾ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ മടിക്കുന്നതും ഈ ടൗണിൻ്റെ വികസനം ഇല്ലായ്മ കൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം മറ്റെല്ലാ ടൗണുകളിലും നല്ല രീതിയിലുള്ള ഡ്രെയിനേജ് സിസ്റ്റം, അതുപോലെ തന്നെ ഫുട്പാത്ത്, ഇതൊക്കെയാണ് പൊതുജനങ്ങൾക്ക് ടൗണിലേക്ക് വരാനുള്ള താല്പര്യം ഉണ്ടാവുക. അതുപോലെ തന്നെ കംഫർട്ട് സ്റ്റേഷൻ, ഇപ്പം നീലേശ്വരം രാജാസ് ഹൈസ്കൂളിലേക്ക് വരുന്ന ഒട്ടനവധി വിദ്യാർത്ഥികൾ ബസ് ഇറങ്ങി രാജാസിലേക്ക് എത്തണമെങ്കിൽ തന്നെ ഒന്ന് റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി ഒരു സീബ്ര ലൈൻ പോലും വരക്കാൻ പറ്റാത്ത ഭരണാധികാരികളാണ് ഇവിടെയുള്ളത്. ഒട്ടനവധി പ്രാവശ്യം ഞങ്ങൾ വ്യാപാരികൾ തന്നെ പല ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ട് ബന്ധപ്പെട്ടു. ഒരു സീബ്ര ലൈൻ വരച്ചിട്ട് കുട്ടികൾക്ക് രാവിലെ ഒന്ന് റോഡ് ക്രോസ് ചെയ്യേണ്ട സംവിധാനം ഉണ്ടാക്കാൻ. അതിന് പോലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരിക്കൊണ്ട് അതിൽ നിന്ന് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന സമീപനമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാവണമെങ്കിൽ ഒന്ന് ഇവിടുത്തെ രാഷ്ട്രീയ പ്രതിനിധികളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഇടപെടേണ്ട വ്യക്തിത്വങ്ങൾ. കാരണം അതിനപ്പുറം നമ്മൾ വ്യാപാരികളും ഒട്ടും പിന്നിലല്ല. കാരണം നമുക്കാണ് ടൗണിൻ്റെ വികസനത്തിന് ഏറ്റവും ഉപകാരപ്രദമാകുന്നത് നമ്മുടെ വ്യാപാരി സമൂഹമാണെന്ന് തിരിച്ചറിവോടുകൂടി തന്നെ നമ്മൾ എല്ലാ തലങ്ങളിലും ഇടപെടുന്നുണ്ട്. അതിനനുസരിച്ച് തന്നെ മുനിസിപ്പൽ ഭരണാധികാരികളും അതായത് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ഒക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ടൗണിൻ്റെ ഇന്നത്തെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ പറ്റുള്ളൂ. അല്ല, രാജാ റോഡ് വികസനവുമായിട്ട് നമ്മൾ ബന്ധപ്പെടും പലപ്പോഴും പറയുന്നൊരു വാക്ക് എന്ന് ഇത് നമ്മുടെ നഗരത്തിൻ്റെ അതായത് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് പരിധിയിൽപ്പെട്ടതല്ല. രാജാ റോഡ് PWD റോഡാണ്. അപ്പോൾ അത് PWD ചെയ്യേണ്ടതാണെന്ന് പറഞ്ഞിട്ടാണ് പലപ്പോഴും നഗരസഭ ഇതിൽ നിന്ന് പിന്മാറുന്നതായിട്ടാണ് എനിക്കറിയുന്നത്. പക്ഷേ രാജാ റോഡ് വികസനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന് നഷ്ടപരിഹാര തുക ഏകദേശം എല്ലാം വ്യാപാരികളോട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ആർക്കും നൽകിയിട്ടില്ല. പക്ഷെ അത് നൽകുമെന്ന് 4 മാസങ്ങളിൽ നൽകുമെന്നുള്ള വിവരമാണ് നമുക്ക് കിട്ടുന്നത്. തകർന്നു വീഴാറായ റെയിൽവേ ഓവർബ്രിഡ്ജിനടിയിൽ നിന്നും അന്നത്തിനായി കച്ചവടം നടത്തിയിരുന്ന സാധാരണക്കാരെ ഇവിടെ നിന്നും ഒഴിപ്പിച്ചിട്ട് കാലങ്ങളായി. എന്നാൽ ഇപ്പോഴും ഏത് നിമിഷവും അപകടം വിളിച്ചോതുന്ന പടികൾ താണ്ടി നിരവധി പേരാണ് ഇതുവഴി പോകുന്നത്. ഇതിന് പരിഹാരം കാണാനും അധികൃതർക്ക് ഇതുവരെയായും സാധിച്ചിട്ടില്ല. അതായത് ഇത് നീലേശ്വരം ഓവർബ്രിഡ്ജിൻ്റെ നടപ്പാതയാണ്. അതായത് ഇതിൻ്റെ ശോചനീയാവസ്ഥയായിട്ട് ഏകദേശം 4 വർഷത്തോളമായി. പല ആൾക്കാരും ഉദ്യോഗസ്ഥന്മാരും വന്ന് നോക്കിയിട്ട് ഫോട്ടോ എടുത്തിട്ട് പോകുന്നതല്ലാതെ ഇതിന് യാതൊരു പ്രതിവിധിയായിട്ട് ഒന്നും ഇതുവരെ നന്നില്ല. അതായത് ഇതിൻ്റെ അടിയിൽ 3-4 കച്ചവടക്കാർ ഇതിൻ്റെ അടിയിൽ കച്ചവടം നടത്തിക്കൊണ്ടുണ്ടായിരുന്നു. അത് ഒഴിവാക്കിയിട്ട് ഇപ്പോൾ ഒരു 5-6 മാസത്തോളം ഇതിൻ്റെ അടിയിൽ നിന്ന് എടുപ്പിച്ചിട്ട് അപ്പോൾ ഇതുവരെ ആരും ഒരു പരിഹാരമായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. എന്ന് വെച്ചാൽ വളരെ അപകടാവസ്ഥയിലാണ് ഇത് നിൽക്കുന്നത്. ഒരു ഭാഗം ഫില്ലർ ചെരിഞ്ഞിട്ടാണുള്ളത്. 3-4 ക്രാക്കുകളുണ്ട്. 4 ക്രാക്ക് കറക്റ്റ് ക്രാക്ക് ഉണ്ട്. അതായത് ചെരിവുണ്ട്. നല്ല ഒരു ഭാഗം ഫുള്ള് ചെരിഞ്ഞിട്ടാണുള്ളത്. സ്കൂൾ കുട്ടികളും പല യാത്രക്കാരും ഇതിൽ മുകളിലേക്ക് കയറി പോകുന്നതാണ്. ഏത് സമയത്തും ഇത് പൊളിഞ്ഞു പോകാൻ പാകത്തിലാണുള്ളത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാര മാർഗമായി കാണേണ്ടതുണ്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്. മഴ വന്ന് കുഴികൾ നിറയുമ്പോൾ റോഡ് ഏതാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലാണ് കോൺവെന്റ് ജംഗ്ഷനിൽ. റോഡിന്റെ ശോചനീയാവസ്ഥ കാരണം ഏറെ ബുദ്ധിമുട്ടുന്നത് ചെറുവാഹന യാത്രക്കാരും കാൽനട യാത്രക്കാരുമാണ്. പല കാരണങ്ങൾ കൊണ്ടും ഇഴഞ്ഞു നീങ്ങുന്ന പ്രവൃത്തികൾ എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണമെന്നാണ് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ആവശ്യം.
നീലേശ്വരം നഗരസഭയിലേക്കുള്ള പ്രധാന കവാടത്തിൻ്റെ അവസ്ഥയാണിത്. 8ഓളം പഞ്ചായത്തിൽ നിന്നായി ആയിരക്കണക്കിന് ആളുകളാണ് ദിവസേന നീലേശ്വരം നഗരസഭയിലേക്ക് എത്തുന്നതിനായി ഈ ദുരിതപാത ഉപയോഗിക്കുന്നത്. റോഡ് വികസനത്തിൻ്റെ ഭാഗമായി മതിൽ പൊളിച്ചു നീക്കിയെങ്കിലും പിന്നീട് റോഡിൻ്റെ പ്രവൃത്തി ഒന്നും തന്നെ നടപ്പിലാക്കിയിട്ടില്ല. അതാണ് ഈ ദുരിതയാത്രയ്ക്ക് പ്രധാന കാരണമായത്. കാൽനട യാത്ര ചെയ്യുന്നവരും വലിയ രീതിയിലുള്ള ദുരിതമാണ് അനുഭവിക്കുന്നത്. അതുപോലെ തന്നെ നിരവധി ഇരുചക്ര വാഹന യാത്രക്കാരാണ് ഇവിടെ അപകടത്തിൽപ്പെട്ടത്. അതുപോലെ 8ഓളം മലയോര പഞ്ചായത്തുകൾ നിവാസികൾ നീലേശ്വരം ഹൈവേ ആയിട്ട് ബന്ധപ്പെടുന്നത് ഉള്ള ഏക റോഡാണ് നീലേശ്വരം രാജ റോഡ്. അതിൻ്റെ പ്രവേശന കവാടം തന്നെ കോൺവെൻഷൻ ജംഗ്ഷനാണ്. അവിടെ പൊട്ടിപ്പൊളിഞ്ഞ് ഗതാഗതം താറുമാറായിട്ട് നടക്കാൻ പോലും പറ്റാത്ത സാഹചര്യമാണ് ഉള്ളത്. അതും ഒന്ന് നേരെയാക്കാൻ വേണ്ടിയിട്ട് ഒട്ടനവധി പ്രാവശ്യം മുനിസിപ്പാലിറ്റിയിലും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് എല്ലാ വിഭാഗത്തിലും PWD ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അതും ഇന്നും നേരെയാവാത്തൊരു ലക്ഷണമാണ് കാണുന്നത്. അവിടെയും അതേപോലെ തന്നെ ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന 2 സ്കൂളുകളുണ്ട്. പേരോൽ UP സ്കൂൾ, LP സ്കൂൾ, അതുപോലെ തന്നെ സെൻറ്റ് പീറ്റേഴ്സ്. അതിലേക്ക് കൂടി ഒന്ന് ശ്രദ്ധ ക്ഷണിക്കുന്നു. കഴിഞ്ഞ മഴക്ക് ആ കോൺവെൻറ്റിൻ്റെ കുഴിയുണ്ടല്ലോ അടുത്ത ഭാഗത്തെ, അതിൽ ലോറി മരം കൊണ്ട് പോകുമ്പോൾ ഒരു ഭാഗം ചെരിഞ്ഞതിന് ശേഷം ഡ്രൈവർ ഇറങ്ങി. അയാൾക്ക് നല്ല പേടിയായിരുന്നു ഇത് എടുക്കാൻ പറ്റുമോയെന്ന്. പിന്നെ രണ്ടാമത്തെ മലയെടുത്തിട്ട് അയാൾ പോയി. ഒരു ഭാഗത്ത് മരം ഒരു സൈഡിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. മതിൽ പൊളിച്ചതിന് ശേഷം അവിടെ കുഴി വന്നതാണ്. റോഡിൻ്റെ പണി അങ്ങനെ കുറച്ച് ജില്ലകളും കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊരു മാഷ അവർ ഇടക്കിടക്ക് നന്നാക്കുക റോഡ്. നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വണ്ടിക്കെല്ലാം പണി വരുന്നു. ഫ്രണ്ടെല്ലാം അതിൽ പോകുന്ന സമയത്ത് പിൻബറിങ്ങെല്ലാം നമുക്ക് പെട്ടെന്ന് പോകും. പറയുന്നു. കാലത്തിനൊപ്പം വരേണ്ട വികസന പ്രവർത്തനങ്ങൾ നീലേശ്വരത്തിനും വേണമെന്നാണ് ഇവിടെയുള്ള ഓരോരുത്തരും ആവശ്യപ്പെടുന്നത്. വികസനത്തിനായി പ്രത്യേക ഫണ്ട് വകയിരുത്താൻ സംസ്ഥാന സർക്കാരും തയ്യാറാകേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ചരിത്ര പൈതൃകം ഉറങ്ങുന്ന ഈ പുരാതന നഗരത്തെ ആധുനികവൽക്കരിക്കാൻ കഴിയുകയുള്ളൂ. വീണ്ടും ഒരു ജനകീയ വിഷയവുമായി പൊതുപക്ഷത്തിൽ കാണാം. നമസ്കാരം.